വർക്കുകളൊക്കെ അവസാനിക്കാറായി. ഇനി അധിക വർക്കുകൾ എവിടെയില്ല, വളരെ കുറച്ച് വർക്കുകൾ മാത്രമാണ് എല്ലാ ഭാഗത്തുള്ളത്. വാഹനങ്ങൾ ഇങ്ങോട്ട് പോകാൻ തലപ്പാറ ഭാഗത്തുനിന്ന് വരുന്ന സർവീസ് റോഡിലൂടെ അത്ര പെട്ടെന്നാണ് ഇവിടെ വർക്ക് കഴിഞ്ഞത്. അത്ഭുതം തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോ എടുക്കാൻ വരുന്ന സമയത്ത് ഇവിടെയൊക്കെ പില്ലർ ക്യാപ്പ് പൊട്ടിക്കുന്ന ഒരു വർക്ക് ചെയ്യുന്നത്. അതിന് ശേഷം കോൺക്രീറ്റിങ് നടന്ന് ഇവിടെ ഗർഡറുകൾ വരെ, അതാണ് ഞാൻ പറഞ്ഞത്, വലിയ പറമ്പ് ഭാഗത്തൊക്കെ ഫുട്പാത്തിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും ഭാഗത്ത് വരെ ഫുട്പാത്തിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഇവിടുന്ന് അങ്ങോട്ട് തലപ്പാറ വരെ അതുപോലെ ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. ചില ഭാഗത്തൊക്കെ സെൻറ്ററിലൊക്കെ ക്രാഷ് ബാരിയർ കൊടുത്തത് വളരെ ഹൈറ്റ് കുറഞ്ഞത് നമ്മൾ ഒരുപാട് വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഏറ്റവും പുതിയൊരു NH66 പുതിയൊരു അപ്ഡേറ്റുമായാണ് വന്നിട്ടുള്ളത്. വെളിമുക്ക് ഭാഗത്തുനിന്ന് തലപ്പാറ ഭാഗത്തേക്കാണ് പോകുന്നത്. വളരെ വലിയ മാറ്റങ്ങളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതും വളരെ വേഗത്തിൽ. അത്തരത്തിലുള്ളൊരു വർക്ക് എവിടെയും ഇങ്ങനെ കണ്ടിട്ടില്ല. തലപ്പാറ ഭാഗത്ത് വളരെ വേഗത്തിലായിരുന്നു മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അതിൻ്റെ ഒരു കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ഭാഗത്തൊക്കെ NH66 വർക്കുകൾ കംപ്ലീറ്റ് ആക്കാനുള്ള വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ഇനിയുള്ളത്. അതുകൊണ്ട് വളരെ വേഗത്തിലാണ് ഇപ്പോൾ വർക്കുകൾ നടക്കുന്നത്. കൂടുതൽ വർക്കേഴ്സിനെ വെച്ചും രാത്രിയും പകലും ഒക്കെ എന്നുള്ള നിലക്കാണ് വർക്കുകൾ നടക്കുന്നത്. വളരെ വേഗത്തിൽ അങ്ങനെയുള്ളൊരു വർക്കാണ് ഇന്ന് നമ്മൾ തലപ്പാറയിൽ നിന്ന് കാണുന്നത്. തലപ്പാറ ഭാഗത്ത് ഈ ഭാഗത്ത് നിന്ന് വലത് ഭാഗത്തേക്ക് ഇപ്പോൾ ഒരു കട്ട് ചെയ്ത് പോകുന്ന രീതിയിലേക്ക് റോഡ് മാറ്റിയിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ നമ്മൾ വീഡിയോ എടുത്തതാണ്. ഇനി നമുക്ക് ഇവിടെ പാലത്തിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അവിടെ നിന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമ്മൾ തലപ്പാറ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. തലപ്പാറ ഭാഗത്ത് കാണാം നമുക്ക് രണ്ട് സൈഡിലും ടാറിങ് ഈ ഭാഗത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ മുൻഭാഗത്ത് കാണാം ഇടത് സൈഡിലൂടെ റോട്ടിലൂടെ വാഹനങ്ങൾ കടത്തി വിടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഭാഗത്ത് ഇനി വർക്കുകൾ കുറച്ച് ഭാഗത്ത് അവിടെ തീരാനുണ്ട്. അതുകൊണ്ടാണ് ഈ ഭാഗത്ത്. പിന്നെ ഇവിടെ ഈ ഭാഗത്ത് പാലത്തിൻ്റെ വർക്ക് പകുതിയോളം ആയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അതിന് മുന്നേ നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ മെറ്റൽ ചെയ്തത് കാണാം. ഇവിടെ കാണാം മെറ്റൽ ഇട്ട് റെഡിയാണ്. ഇവിടെ ഫുള്ളായിട്ട് മെറ്റലൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മണ്ണ് ഒക്കെ നിറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ഈ സൈഡിലുള്ള ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് നടക്കാനുണ്ട്. ക്രാഷ് ബാരിയർ നിർമ്മിക്കുന്ന മെഷീനാണ് അവിടെ ഉള്ളത്. അവിടെ കാണാം നമുക്ക് സിമൻറ്റ് ഉപയോഗിച്ച് എങ്ങനെ. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ പാലത്തിൻ്റെ വർക്ക് നടക്കുന്നത്. പാലത്തിൻ്റെ വർക്ക് ഫില്ലറുകൾ ബീമിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. പോയി നോക്കാം നമുക്ക്. എത്ര പെട്ടെന്നാണ് ഇവിടെ വർക്ക് കഴിഞ്ഞത്. അത്ഭുതം തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോ എടുക്കാൻ വരുന്ന സമയത്ത് ഇവിടെയൊക്കെ പില്ലർ ക്യാപ്പ് പൊട്ടിക്കുന്ന ഒരു വർക്ക് ചെയ്യുന്നത്. അതിന് ശേഷം കോൺക്രീറ്റിങ് നടന്ന് ഇവിടെ ഗർഡറുകൾ വരെ വെച്ചു. സിമെൻറ്റിൻ്റെ മുകളിൽ ബീം വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഷീറ്റ് അടിച്ച് കമ്പിയൊക്കെ കെട്ടി കോൺക്രീറ്റ് ചെയ്യാനുള്ള വർക്കാണ് വരാനുള്ളത്. അതിൻ്റെ മുന്നായുള്ള വർക്കുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇതാണ് പഴയ പാലം. ഇവിടെ ബാക്കിയുള്ള ഭാഗത്ത് മണ്ണ് ഫില്ല് ചെയ്യുന്ന വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കാണാം ഈ ഭാഗത്താണ് ഇങ്ങനെ കുറച്ച് കോൺക്രീറ്റ് ചെയ്ത ഭാഗം. ഇനി ഇങ്ങോട്ട് മണ്ണ് നീക്കി കൊണ്ടുവരാനാണുള്ളത്. പിന്നെ അവിടെ ഒരു പഴയ ഒരു ഡ്രെയിനേജ് ഉണ്ട്. അതിൻ്റെ ഭാഗത്തും ഡ്രെയിനേജ് ബോക്സുകൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അവിടെ മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് മണ്ണ് കൊണ്ടുവന്ന് കൂട്ടുന്നുണ്ട്. കട്ട വെച്ചുള്ള വർക്ക് അവിടെ കാണാം പകുതിയോളം ആയിട്ടുണ്ട്. ഇനി വളരെ കുറച്ച്, ഇതൊരു 10 ദിവസത്തിനും കൊണ്ട് ഇവിടെ കംപ്ലീറ്റ് ആവുമെന്നാണ് തോന്നുന്നത്. എത്ര പെട്ടെന്നെന്ന് പറയാം, അത്ര വളരെ വേഗത്തിലായിരുന്നു തലപ്പാറയുടെ ഈ മാറ്റം. ഇനി ഇവിടെയൊക്കെ മറ്റുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇവിടെ ഒന്നും ചെയ്യാനില്ല. ഇവിടുത്തെ ഈ കാണുന്ന സാധനങ്ങൾ വേസ്റ്റുകളൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഇവിടെ ടാറിങ് ആയിരിക്കും. ഇപ്പോൾ വാഹനങ്ങൾ തലപ്പാറ ഈ ഭാഗത്തുകൂടെ തന്നെ വാഹനങ്ങൾ കടന്നു പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കാണിച്ചതാണ്, എന്നാലും ഒന്നുകൂടെ പറയണേ. അപ്പോൾ ഈ ഭാഗത്തുള്ള പാലത്തിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ കുറച്ച് മാത്രമാണ് ഇനിയിപ്പോൾ മണ്ണ് ഫില്ലിങ് ബാക്കിയുള്ളത്. അതും വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട്. അതിന് വേണ്ടിയുള്ള ഫൗണ്ടേഷൻ്റെ വർക്കാണ് അപ്പോൾ അവിടെ നടക്കുന്നത്. വളരെ
വളരെ കുറച്ച് വർക്ക് മാത്രമാണ് ഇനി ഇവിടെ നടക്കാനുള്ളത്. ഇതാണ് ഇവിടെ ഇപ്പോൾ പുതിയതായിട്ട് ഈ ബീമുകൾ എടുത്തു വെച്ചത് കാണാം. ഇവിടെ 3 ഇത് സർവീസ് റോഡിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു പാലാണ്. സർവീസ് റോഡ് ഇവിടെ കാണാം. ബീമുകൾ ജോയിൻ്റ് ആക്കണം. ബീമുകൾ തമ്മിലുള്ള ജോയിൻറ്റിങ്ങിന് കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുന്നുള്ള കമ്പി വെൽഡ് ചെയ്ത് പിടിപ്പിക്കുക, അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഈ ഭാഗത്തൊക്കെ ജോയിൻറ്റിങ് ഉണ്ട്. ഇതാണ് അതിന് ഉപയോഗിക്കുന്ന ഷട്ടറുകൾ വരെ ഇവിടെ എത്തിയിട്ടുണ്ട്. വളരെ ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത്. ഈ ഷട്ടർ ഉപയോഗിച്ചുകൊണ്ടാണ് കോൺക്രീറ്റ് ചെയ്യൽ. അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഇവിടെ ഒരാഴ്ച കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴേക്കും ഇതിൽ കൂടെ വാഹനങ്ങൾ ഓടിപ്പോവാനുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ടാവും. ഇവിടെയൊക്കെ കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. ക്രഷ് ബാരിയർ നമുക്ക് കാണാം. പഴയ കമ്പിയും പുതിയ കമ്പിയൊക്കെ, പഴയ കമ്പീൻ്റെ ഹൈറ്റ് കുറച്ച് കണ്ടില്ലേ, താഴെ ഭാഗത്ത് പഴയ കമ്പി ഇവിടെ കുറച്ചും കൂടെ ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. ചില ഭാഗത്തൊക്കെ സെൻറ്ററിലൊക്കെ ക്രഷ് ബാരിയർ കൊടുത്തത് വളരെ ഹൈറ്റ് കുറഞ്ഞത് നമ്മൾ ഒരുപാട് വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു. ഇവിടെ ഈ ഭാഗത്ത് ഒരു കലിങ്ക് പോലെയുള്ള ഒരു ഭാഗമാണ്, വെള്ളമൊക്കെ ഒഴുകി പോകേണ്ടത്. അതും ഇവർ ഇങ്ങനെ കോൺക്രീറ്റ് വാൾ കൊടുത്ത് മറക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ 2 സൈഡിലും ചെയ്യാനുണ്ട്. ഇവിടെ റോഡ് നന്നാക്കി മണ്ണൊക്കെ ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഭാഗത്ത് നമുക്ക് പാർക്കിങ്ങിനൊക്കെ സൗകര്യം കിട്ടും. പഴയ റോഡും ഇപ്പോൾ ഈ ബാക്കി വരുന്ന ഈ ഭാഗം കൂടെ മണ്ണ് ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഭാഗത്ത് പാർക്കിങ്ങിനൊക്കെ സൗകര്യം കിട്ടും. ഇവിടുന്ന് വലിയ പറമ്പ് ഭാഗം വരെ അങ്ങനെയുള്ള ഒരു സൗകര്യം കിട്ടാൻ സാധ്യതയുണ്ട്. ആ വലിയ പറമ്പ് ഭാഗത്തൊക്കെ ഫുട്പാത്തിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞതാണ് നേരത്തെ തന്നെ. അതുപോലെ ഇങ്ങോട്ടും വന്നിട്ടുണ്ടെങ്കിൽ തലപ്പാറ ഭാഗം വരെ നമുക്ക് ഫുട്പാത്തുകളൊക്കെ നിർമ്മിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ചില ഭാഗത്തൊക്കെ ഫുട്പാത്തുകൾ നിർമ്മിക്കാത്തത് സ്ഥലത്തിൻ്റെ പരിമിതി കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത്. തുടർന്നുള്ള യാത്രകൾ കാഴ്ചകളിലേക്കൊക്കെ എത്താൻ വേണ്ടി ആണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് തരിക. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മെഷീന്. ഇതിവിടെ റെഡിയാണ്. അപ്പോൾ ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ടിങ് ആയിരിക്കും. ഞാൻ അടുത്ത് വരുന്ന സമയത്ത് കാണാം. അങ്ങനെയുള്ള വർക്കുകളൊക്കെ നമുക്ക് മുൻഭാഗത്ത് കുറച്ച് ഭാഗത്ത് ഈ റോഡ് ടാറിങ് ചെയ്യാത്തൊരു ഭാഗമുണ്ട് കാണുന്നത്. അവിടെ നിന്ന് പോയി നോക്കാം. അങ്ങനെ തലപ്പാറയും വർക്ക് അവസാനിക്കാറായി. ഇനി അധിക വർക്കുകൾ എവിടെയില്ല. വളരെ കുറച്ച് വർക്കുകൾ മാത്രമാണ് എല്ലാ ഭാഗത്തും ഉള്ളത്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. കാണാം വാഹനങ്ങളൊക്കെ വളരെ വേഗത്തിൽ എല്ലാ ഭാഗത്തും ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് കുറച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇവിടം വരെയാണ് ടാറിങ് കഴിഞ്ഞിട്ടുള്ളത് കാണാം. ഇവിടുന്ന് അങ്ങോട്ടുള്ള കുറച്ച് ഭാഗം മാത്രമാണ് ഇനി ടാറിങ് നടക്കാനുള്ളത്. ഇവിടെ നമുക്ക് കാണാം സർവീസ് റോഡ്. ആ ഭാഗത്തുനിന്ന് വരുന്ന തലപ്പാറ ഭാഗത്തുനിന്ന് വരുന്ന അണ്ടർപാസിൻ്റെ ഉള്ളിലൂടെ വരുന്ന വാഹനങ്ങൾക്കൊക്കെ പോകാൻ പറ്റാത്തതുകൊണ്ട് അവിടെ ഇപ്പോൾ വർക്ക് നടക്കുന്നതുകൊണ്ട് ഇവിടെ ഒരു ചെറിയൊരു സർവീസ് റോഡ് ഉണ്ടാക്കിയ പോലെ ഒരു വഴി വിട്ടു കൊടുത്തിട്ടുണ്ട്. അത് അവിടെയുള്ള വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ കാണിച്ച ഭാഗത്തുള്ള വർക്കുകൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ അടക്കും. അതുവരേക്കുള്ള ഒരു ചെറിയ താൽക്കാലികമായിട്ടുള്ളൊരു റോഡാണിത്. ഇവിടെ ഈ ഒരു കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് ഇനി വർക്ക് നടക്കാനുള്ളത്. വളരെ ദൂരത്തിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ കാണാം നമുക്ക്. ഇനി അങ്ങോട്ടുള്ള ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞതാണ്. ഇവിടെ കുറച്ച് മാത്രമാണ് ഇനി വർക്ക് നടക്കാനുള്ളത്. കുറച്ച് ഭാഗത്ത് മാത്രം. അതും അവിടുത്തെ പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞാൽ ഈ ഗ്യാപ്പ് അടക്കും. അതായത് ഈ ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾക്ക് സർവീസ് റോഡിലൂടെ പോകാൻ വേണ്ടിയിട്ട്, ഇവിടുന്ന് ഈ ഭാഗത്തുള്ള ആളുകൾക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു വഴി വിട്ട് പോലെയാണ് അത്. നമുക്ക് കാണാം കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ ഇവിടുന്ന് ഇടത് ഭാഗത്തേക്ക് തിരിഞ്ഞ് പോകുന്നുണ്ട്. ബാക്കി ഈ സൈഡിലൊക്കെ വർക്ക് കഴിഞ്ഞതാണ്. നമ്മൾ കുറച്ച് മുന്നേ അവിടെയൊക്കെ വണ്ടി ഓടിച്ച് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ച് തന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. അപ്പോൾ ഇവിടെയൊക്കെ ഇനി മറ്റുള്ള വർക്കുകളൊക്കെ കാര്യമായിട്ടില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുൻഭാഗത്ത് വർക്ക് വരാനുള്ളത് പെയിൻറ്റിങ്, അതുപോലെ ലൈൻ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഭാഗത്തൊക്കെ ഇനിയും ലൈൻ മാർക്കിങ് നടക്കാനുണ്ട്.
അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് ഈ ഭാഗത്ത്. ഇവിടെ നമുക്ക് കുറച്ച് ഭാഗത്ത് ഇതുപോലെ ക്രഷ് ബാരിയറിൻ്റെ വർക്കുണ്ട്. ഇവിടെ താഴെ ഭാഗത്ത് നമുക്ക് കാണാം ഫുട്പാത്തിൻ്റെ വർക്ക്. അതാണ് ഞാൻ പറഞ്ഞത്, വലിയ പറമ്പ് ഭാഗത്തൊക്കെ ഫുട്പാത്തിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും ഭാഗത്ത് വരെ ഫുട്പാത്തിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഇവിടുന്ന് അങ്ങോട്ട് തലപ്പാറ വരെ അതുപോലെ ഉണ്ടാവുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഈ ഭാഗത്തൊക്കെ പഴയ റോഡ് ഭാഗത്തൊക്കെ ഇനി നമുക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു ഗ്യാപ്പുണ്ട്. അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് ബാക്കിയുള്ള വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കാണാം. അപ്പോൾ ഇവിടെ വളരെ നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞ് വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഇവിടുത്തെ തലപ്പാറ ഭാഗത്ത്. ഇവിടെയൊക്കെ കാണിച്ച സ്ഥിതിക്ക് ഇതിൻ്റെ ഭാഗത്തുള്ള സർവീസ് റോഡും കൂടെ ഒന്ന് കാണിക്കാം. ഇതാണ് ഈ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡ്. ഈ ഭാഗത്ത് വാഹനങ്ങൾ ഇങ്ങോട്ട് പോകാൻ തലപ്പാറ ഭാഗത്തുനിന്ന് വരുന്ന സർവീസ് റോഡിലൂടെ പോകാനുള്ള ഈ വലിയ പറമ്പ് ഭാഗത്തേക്കൊക്കെ പോകാനുള്ള വാഹനങ്ങൾ ചിലത് ഓപ്പോസിറ്റ് സൈഡിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണാം ഒരു ബസ്സൊക്കെ പോയത്. അങ്ങനെയൊക്കെ ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഇവിടെ ബ്ലോക്കുകളൊക്കെ അനുഭവപ്പെടുന്നുണ്ട് ചില സമയത്ത്. അതാണിപ്പോൾ ചിലർ റോങ് സൈഡായി തന്നെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ തെറ്റായൊരു കാര്യമാണ്. വാഹനങ്ങൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ആക്സിഡൻറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ തലപ്പാറ ഭാഗത്തു നിന്നുള്ള ഒരു പുതിയ അപ്ഡേറ്റ്. അപ്പോൾ ഇനി നമുക്ക് വി കെ പടി കുളപ്പുറം ഭാഗത്തേക്കൊന്ന് പോയി നോക്കാം. പുതുതായിട്ട് ടാറിങ് ഒക്കെ കഴിഞ്ഞ ഭാഗത്തൂടെയാണ്. ഈ ഭാഗത്തൂടെ നമ്മൾ പോയിട്ടുണ്ട്. എന്നാലും ഇനിയും പുതിയതായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെയൊക്കെ കുറച്ച് ഭാഗത്ത് ഇനിയും ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ ഭാഗത്ത് കാണാം. സെൻറ്ററിൽ ക്രാഷ് ബാരിയർ വെച്ചിട്ടില്ല ഈ തുടക്ക ഭാഗത്ത്. അതുപോലെ ക്രാഷ് ബാരിയറിന് പെയിൻറ്റിങ് ചെയ്യുക. കുറച്ച് മുൻഭാഗത്തൊക്കെ ലൈൻ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് എത്തുമ്പോൾ കാണാം. ഈ ഭാഗത്തൊക്കെ ഇനി വരാനുള്ളതാണ് പെയിൻറ്റിങ് ആണ്. ക്രാഷ് ബാരിയറിന് വെള്ളയും കറുപ്പുമാണ് പെയിൻറ്റിങ് പല ഭാഗത്തും ചെയ്യുന്നത് നിങ്ങൾ കണ്ടു. അങ്ങനെയുള്ള പെയിൻറ്റിങ്ങുകളൊക്കെയാണ് ഈ ഭാഗത്തൊക്കെ വരാനുള്ളത്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരുപാട് ആളുകൾ എൻ്റെ പേരെന്താണ് ചോദിച്ചിരുന്നത്. എൻ്റെ പേര് ഷാഫി കോട്ടക്കൽ. അപ്പോൾ ഞാൻ ഒരു ഓട്ടോ ഡ്രൈവറായിരുന്നു. ഇങ്ങനെയുള്ള നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് ഞാനാണ് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം പറയുകയാണ്. അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുക. എന്നാലേ മുന്നോട്ടുള്ള യാത്രകൾ സാധ്യമാകൂ. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാം ക്രാഷ് ബാരിയറിന് ഒരു സൈഡിൽ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലുള്ള വാഹനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഒരു സൈഡിൽ ഒരു കാർ പാർക്ക് ചെയ്താൽ പറയാതിരിക്കാൻ വയ്യ. ഞാൻ പറയാമെന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു, ഇപ്പോൾ കണ്ടപ്പോൾ ഒന്ന് പറയുകയാണ്. ഇങ്ങനെയുള്ള ഹൈവേയിൽ റോഡ് സൈഡിൽ വാഹനങ്ങൾ ആക്സിഡൻറ്റുകളും മറ്റൊക്കെ ഉണ്ടാകുമ്പോൾ പാർക്ക് ചെയ്യാനുള്ള ഭാഗമാണ്. അവിടെ കുറേ പേര് വാഹനങ്ങൾ കൊണ്ടുവന്നിട്ട് അവരുടെ മറ്റുള്ള തോന്നിയവാസങ്ങളൊക്കെ കാണിക്കുന്ന ഒരു രീതിയിലേക്ക് മാറുന്നുണ്ട് ഹൈവേ. അത് ഞാൻ ഇതിന് മുന്നേയും ഒരുപാട് വീഡിയോകൾ എടുക്കാൻ പോയ സമയത്തൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതൊക്കെ കൂടുതൽ അപകടങ്ങൾ വിളിച്ചു വരുത്തുന്ന ഒരു കാര്യമാണ്. അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള സ്ഥല സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ കൂളിങ് ഫിലിം ഒട്ടിക്കുന്ന കാര്യങ്ങളും കൂടി അനുമതി വന്നതോടുകൂടി ഇങ്ങനെയുള്ള ഹൈവേയിൽ ആളുകൾ അത്ര ശ്രദ്ധിക്കാത്ത കാര്യമായതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് കാണാം ഇവിടെയൊക്കെ റോങ് സൈഡായിട്ടൊക്കെ വാഹനങ്ങൾ ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഭയങ്കരമായിട്ട് അപകടങ്ങൾ വിളിച്ചു വരുത്തുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ വി കെ പടി ഭാഗത്ത് എത്തിയിട്ടുണ്ട്. വി കെ പടി ഭാഗത്തു നിന്ന് ഇനി കുളപ്പുറം ഭാഗത്തും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് പോവാം എന്ന് വിചാരിച്ച് എടുത്തതാണ്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയൊക്കെ ഇവിടെ ചെറുതായിട്ടുള്ള വർക്കുകൾ, ഫിനിഷിങ് വർക്കിൻ്റെ ഭാഗമായിട്ട് വരുന്ന വർക്കുകൾ മാത്രമാണ് ഉള്ളത്. ഇവിടെ ബോർഡ് വെച്ചതൊക്കെ നമ്മൾ ഇത് കാണിച്ചിരുന്നു ഒരു പ്രാവശ്യം. ഈ വഴി പോയതുകൊണ്ടാണ് വീണ്ടും പറയുകയാണ്. ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവസാന ഫിനിഷിങ് വർക്കുകളാണ് ഇവിടെയൊക്കെ വരാനുള്ളത്. ഇവിടെയൊക്കെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. നമ്മളെ നാടിൻ്റെ പുതിയൊരു മാറ്റം കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. വളരെ താങ്ക്സ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ.